ഹലോ, ഐ ആം സീനുഷാൻ. ഇന്നത്തെ വീഡിയോ പെറ്റിക്കോട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം കഴുത്തിൻ്റെ ഭാഗം 2 മടക്കായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. 1/4 ഇഞ്ച് മതി കേട്ടോ. 1/4 ഇഞ്ച് ഡബിളായിട്ട് മടക്കി നമ്മളിങ്ങനെ തെറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. കുട്ടികളുടെ ചെറിയ ഉടുപ്പിനൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കഴിയും. വേറെ ക്ലോത്ത് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ക്യാൻവാസും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ മടക്കി തയ്ച്ചാൽ മതി കേട്ടോ. പതുക്കനെ മടക്കി നല്ല ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് നല്ല ഭംഗിയുണ്ടായിരിക്കും. പിരിയാതെ നോക്കണം. സ്പീഡ് കൂടിയാലും മടക്ക് കറക്റ്റായിരിക്കും അത് ഫിനിഷിങ് കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗവും നമുക്കിങ്ങനെ 2 മടക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെയും കൈക്കുഴിയുടെയും സ്റ്റിച്ചിങ് കഴിഞ്ഞു. കുട്ടികൾക്കാണെങ്കിൽ സ്ലീവ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയവർക്കാണെങ്കിൽ പെറ്റിക്കോട്ടിന് ഇഷ്ടമുണ്ടെങ്കിൽ സ്ലീവ് വെക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ മതി. സ്ട്രാപ്പ് കൊടുത്ത് ഇത്ര തന്നെ മതിയാവും കേട്ടോ. 1.5 ഇഞ്ച് തന്നെ വീതി മതിയാവും. ഇനി നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കൈക്കുഴി ജോയിൻ ചെയ്തതിന് ശേഷം 1 സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം സ്കേർട്ട് പിടിപ്പിക്കാനായിട്ട്. അതിന് മുന്നേ സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. അതാദ്യം ജോയിൻ ചെയ്യണം. അരവണ്ണത്തിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. യോക്ക് വിടുത്ത് എവിടെയാണോ അതാണ് നമ്മുടെ അരവണ്ണം വന്നിരിക്കുന്നത്. ഇനി ജോയിൻ ചെയ്തതിന് ശേഷം നല്ല ഭാഗത്ത് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ചെറിയ പ്ലീറ്റ്സുകളായിട്ട് ഇങ്ങനെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. സിമ്പിളാണ്. കുറച്ച് പ്ലീറ്റ്സ് അധികം ഉണ്ടായാലും കുഴപ്പമില്ല. താഴെ ബോട്ടം റൗണ്ട് കുറച്ച് കൂടുതലായില്ലെങ്കിൽ കുട്ടികൾക്ക് നടക്കുമ്പോഴൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ കുറച്ചധികം ക്ലോത്ത് എടുക്കുന്നത് കേട്ടോ. ഇനി യോക്കിൻ്റെ ഭാഗവും സ്കേർട്ടിൻ്റെ ഭാഗവും നല്ല വശങ്ങൾ ഉൾവശത്താക്കി മേലെ ഒരു 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ കുറച്ച് യോക്കിൻ്റെ ഭാഗം കൂടുതലാണ്, സ്കേർട്ട് കുറച്ച് കുറവാണെങ്കിൽ പ്ലീറ്റ്സ് കുറച്ചൊന്ന് അഴിച്ചിട്ട് കൊടുക്കാം. അതല്ലാതെ മുഴുവനായിട്ട് അഴിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ലാസ്റ്റ് ഭാഗത്തെ കുറച്ച് പ്ലീറ്റ്സ് ഒന്ന് അഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. അതല്ലാതെ നമ്മൾ മുഴുവൻ അഴിച്ച് വീണ്ടും ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫിനിഷിങ് കിട്ടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട്. അതിനുശേഷം താഴെ നമ്മൾ മടക്കി അടിക്കുകയാണ്. 1/2 ഇഞ്ച് എടുത്ത് ബോട്ടം റൗണ്ടും മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ കഴിയും. നമുക്ക് അളവ് കറക്റ്റ് അറിഞ്ഞാൽ മതിയാവും. നമ്മൾ ഒപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെഭാഗം ഒരു ഭാഗം കയറി ഇറങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം മടക്കി തയ്ക്കാൻ. നല്ല ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഡബിൾ മടക്കി 2 ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നവരാണെങ്കിൽ ആദ്യം 1/2 ഇഞ്ച് മടക്കി തയ്ക്കണം. എന്നിട്ട് വേണം 1/2 ഇഞ്ചും കൂടെ തയ്ക്കാനായിട്ട് കേട്ടോ. നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. കട്ടിയുള്ള ഭാഗം ഒന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ചെറിയൊരു കഷ്ണം ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ചെറിയ ഉണ്ണികൾക്കൊക്കെ നമുക്ക് ചെറിയ ഉണ്ണികളുടെ അളവ് ഞാൻ അടുത്ത വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 6 മാസം ആയിട്ടുള്ള ഉണ്ണികളുടെ 1 വയസ്സ് വരെ ഇടാനുള്ള അളവുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് വലുതാവും തോറും മാറ്റം വരുത്താം. ലെങ്ത്തും ചെസ്റ്റ് ഭാഗവും ലെങ്ത്തും മാത്രം നമ്മൾ നോക്കിയാൽ മതി. കഴുത്തൊക്കെ കൈക്കുഴിയൊക്കെ ഏകദേശം ഒരു 5 വയസ്സ് വരെ കറക്റ്റ് തന്നെ ആയിരിക്കും. വല്ലാതെ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഒരു 24 ഇഞ്ച് 20 ഇഞ്ചൊക്കെയാണ് ചെസ്റ്റ് വണ്ണം. ബോട്ടം റൗണ്ട് അതിന് 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, അടിപൊളിയായിട്ടുള്ള ചെറിയൊരു പെറ്റിക്കോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ഓക്കെ, ബൈ ബൈ.